പല രോഗികളുടെയും ഒരു ഭയാനകമായ ഒരവസ്ഥയാണ് യൂറിൻ ബ്ലഡ് കണ്ടു എന്ന് പറയുന്നൊരു അവസ്ഥ. അപ്പോൾ ഹെമച്യൂറിയ, യൂറിൻ ബ്ലഡ് കാണുക എന്ന് പറയുന്നത് കിഡ്നി രോഗത്തിൻ്റെ ഒരു ലക്ഷണമാകാം. അത് രണ്ട് രീതിയിൽ യൂറിൻ ബ്ലഡ് കാണാം. ഒന്ന്, നമ്മുടെ യൂറിനറി ട്രാക്റ്റിൽ വരുന്ന ഡാമേജ്, പ്രത്യേകിച്ച് യൂറിനറി ഇൻഫെക്ഷനോ അല്ലെങ്കിൽ റീനൽ സ്റ്റോണോ അല്ലെങ്കിൽ റീനൽ ക്യാൻസറോ, ഒരു 60 വയസ്സിന് മേലിലുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് ആണുങ്ങളിൽ മൂത്രത്തിൽ ബ്ലഡ് കണ്ടാൽ അത് നമ്മൾ കിഡ്നിയിൽ ക്യാൻസർ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഒഴിവാക്കേണ്ട കാര്യമാണ്. അതേപോലെ യൂറിൻ ഇൻഫെക്ഷൻ ഏറ്റവും കോമൺ ആയി കാണുന്നത് നമ്മൾ ബ്ലഡ് കണ്ടാൽ പൊതുവേ ഇൻഫെക്ഷനുകളാണ് അതിന് സാധ്യതയുള്ളത്. അല്ലെങ്കിൽ റീനൽ സ്റ്റോൺ, കിഡ്നിയുടെ മൂത്രം പോകുന്ന ട്യൂബിൽ കല്ലുകൾ വന്നടിഞ്ഞാലും നമുക്ക് അതിൽ ഇഞ്ചുറി വന്നിട്ട് മൂത്രത്തിൽ ബ്ലഡ് വരാനും ഒരു സാധ്യതയുണ്ട്. ഇത് മാറ്റിവെച്ചാൽ, ഇതാണ് മാക്രോസ്കോപ്പിക് ഹെമച്യൂറിയ. ഇത് മാറ്റിവെച്ചാൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൂത്രത്തിൽ ചെറിയ രക്തത്തിൻ്റെ അണുക്കൾ പോകുന്നുണ്ടാവും. RBC ഇൻ യൂറിൻ, മൈക്രോ ഹെമച്യൂറിയ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഇങ്ങനത്തെ ഒരവസ്ഥ നമ്മുടെ കിഡ്നിയുടെ അരിപ്പ ശരിയായി പ്രവർത്തിക്കാതെ വരുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ കിഡ്നിയുടെ അരിപ്പ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മൂത്രത്തിൽ RBC വരികയും അത് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയും ഈ RBCയുടെ അളവനുസരിച്ച് നമുക്ക് ഏത് രീതിയിലുള്ള അസുഖമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഏതൊക്കെ സെല്ലുകളാണ് ഇത് ബ്ലഡ് മാത്രമേ ഉള്ള, RBC മാത്രമേ ഉള്ള, പ്രോട്ടീനും കൂടെ പോകുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള പ്രോട്ടീനാണ്, അത് ഏത് രീതിയിലുള്ള കിഡ്നി അസുഖമാണെന്ന് നമുക്ക് വ്യത്യാസപ്പെടുത്തിയെടുക്കാം. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരവസ്ഥയിൽ നെഫ്രിറ്റിക് സിൻഡ്രോം അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖം മനസ്സിലാക്കി അത് റീനൽ ബയോപ്സി, കിഡ്നിയിൽ നിന്ന് കുത്തിപ്പരിശോധിച്ച് അത് പത്തോളജിക്കൽ ഡയഗ്നോസിസിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള അസുഖമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.